ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിന്ധുവിനോട് രേഖ ചോദിക്കുന്നുണ്ട്, ഹരി നിന്നെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടിയിട്ടില്ല എന്നുള്ളതിന് 3 സാക്ഷികളുണ്ട്. ഇനി ഹരി നിന്നെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടി എന്നുള്ളതിന് നിന്റെ കയ്യിൽ 3 സാക്ഷികളുണ്ടോന്ന്. അത് കേട്ട സമയത്ത് സിന്ധു ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. സാക്ഷികളില്ലെങ്കിൽ നീ പറഞ്ഞതൊക്കെ നിയമത്തിന് മുന്നിൽ ഒരു വിലയില്ലാതായി തീരും, നീ പ്രതിയായി തന്നെ മാറും. അത് കേട്ട സമയത്ത് സിന്ധു രേഖയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹരി നിന്നെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടിയെന്ന് നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിന്റെ കയ്യിൽ സാക്ഷി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെ റിമാൻഡ് ചെയ്യും. അപ്പോ സിന്ധു തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന സാക്ഷി എൻ്റെ കയ്യിലുണ്ട്. അത് കേട്ടപ്പോൾ ഹരി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് സാക്ഷിയാണ് സിന്ധുവിന്റെ കയ്യിലുള്ളത്? കാരണം താൻ അവളെ താലി കെട്ടിയിട്ടില്ല എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. പിന്നെ എന്ത് സാക്ഷിയാണ് സിന്ധുവിന്റെ കയ്യിലുള്ളത് എന്ന് അറിയാൻ വേണ്ടി ഹരിക്ക് പോലും ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോഴാണ് സിന്ധു പറയുന്നത്, എൻ്റെ മനസ്സാക്ഷി. അത് കേട്ട സമയത്ത് സ്നേഹയ്ക്ക് അരിച്ചു കയറി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പൊ രേഖയോട് സിന്ധു പറയുന്നുണ്ട്, എൻ്റെ മനസാക്ഷിക്ക് മാത്രമേ അറിയൂ ഏതാണ് സത്യമെന്നും ഏതാണ് കള്ളമെന്നും. സിന്ധു കരഞ്ഞുകൊണ്ട് ഹരിയോടുള്ള അവളുടെ സ്നേഹം അറിയിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ സ്നേഹ ദേഷ്യത്തോടെ ഹരിയോട് പറയുന്നുണ്ട്, കേട്ടില്ലേ ഹരി, അവൾക്ക് മനസ്സേ ഇല്ലാത്തവൾക്ക് മനസാക്ഷിയെ പറ്റി പറയാൻ എന്താ അധികാരമുള്ളത്? അപ്പൊ രേഖയും പറയുന്നുണ്ട്, നിന്റെ മനസാക്ഷിയൊന്നും നിയമത്തിന് മുന്നിൽ ഏറ്റെടുക്കില്ല. രേഖ അത്രയും നേരം സാധാരണ രീതിയിൽ ചോദ്യം ചെയ്തതായിരുന്നു. അത് കണ്ടതോടെ സ്നേഹ പറയുന്നുണ്ട്, എന്താ മേഡം ഇവളടുത്തൊക്കെ ക്ഷമയോടെ സമാധാനത്തോടെ ചോദ്യം ചെയ്യുന്നത്? ഇവളെ പിടിച്ച് 4 അടി അടിച്ചു കഴിഞ്ഞാൽ ഇവളുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അത് കേട്ടപ്പോൾ സിന്ധു സ്നേഹയെ ദേഷ്യത്തോടെ നോക്കുവാണ്. അതൊന്നും ചെയ്യാതെ ഇവളടുത്ത് മര്യാദയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ രേഖ നേരെ സിന്ധുവിന്റെ അടുത്തേക്ക് പോയിട്ട് അവളോട് പറയുന്നുണ്ട്, സിന്ധു, നിനക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരാം. ഞാൻ ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നീ സത്യമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ വേണം പറയാൻ. അതല്ലെങ്കിൽ എൻ്റെ ചോദ്യം ചെയ്യൽ നീ വിചാരിക്കുന്നതിനേക്കാളും കടുത്തതായിരിക്കും. യുവർ ടൈം സ്റ്റാർട്ട് നൗ എന്നും പറഞ്ഞിട്ട് രേഖ അവിടുന്ന് ഇറങ്ങി പോവാണ്. സിന്ധു നല്ല ഭയത്തോടെയാണ് നിൽക്കുന്നത്. എങ്കിലും അവളുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മധൈര്യം അവൾ കൈവിടുന്നതേയില്ല. പുറത്തു നിൽക്കുന്നവരൊക്കെ സിന്ധുവിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോന്നൊക്കെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. രേഖ അവിടുന്ന് പോയതിനു ശേഷം സിന്ധു ഹരിയെയും സ്നേഹയെയും നോക്കുകയാണ്. സ്നേഹ ആണെങ്കിൽ ഇത്തവണ എന്തായാലും വിജയം തനിക്ക് തന്നെയാണെന്നുള്ള ഒരു ആത്മധൈര്യത്തോടെയാണ് നിൽക്കുന്നത്. അപ്പൊ രേഖ പുറത്തേക്ക് ഇറങ്ങിയപ്പോ സത്യരാജ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മേഡം മേഡം മേഡം, സിന്ധു മോളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? ചോദ്യം ചെയ്യാൻ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ അത് കഴിയുമോ? നിങ്ങളുടെ മോള് സത്യം സമ്മതിക്കുന്നത് വരെ ഞാൻ വെറുതെ വിടില്ല, ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുകയില്ല. അത് പറഞ്ഞിട്ടാണ് രേഖ പോകുന്നത്. അവർ പോയതിനു ശേഷം പിന്നെയും എല്ലാവരും ചേർന്നിട്ട് സിന്ധുവിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ശാരദ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സിന്ധു എന്താ മോൾ അവർ നിന്നെ ചോദ്യം ചെയ്യുന്നത്? അപ്പൊ അവൾ അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, അമ്മ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോ ദമയന്തി പറയുന്നുണ്ട്, സിന്ധു ഇത്രയും ധൈര്യത്തോടെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയില്ലേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ട് ഹരിയോട് പറയാണ്, ഹരി നീ സ്നേഹയോട് സംസാരിച്ച് സിന്ധുവിനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാൻ പറയും. എൻ്റെ മരുമകൾ സിന്ധുവിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതേ ഇല്ല. ദമയന്തിയുടെ മുഖത്ത് ആ ഒരു നീരസം കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ലക്ഷ്മിക്കൊക്കെ ആണെങ്കിൽ സിന്ധുവിനെ ചോദ്യം ചെയ്ത് അവളെ അടപടലം പൂട്ടിക്കണം തന്നെയാണ് ആഗ്രഹമുള്ളത്. അപ്പോൾ ഹരിയാണെങ്കിൽ വീണ്ടും വീണ്ടും വല്യമ്മ മരുമകൾ മരുമകൾ എന്ന് പറയുന്നതും സിന്ധുവിനെ എടുത്ത് തലയിൽ വെക്കുന്നതും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സത്യങ്ങൾ പുറത്തേക്ക് വരാത്തതും അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല വല്യമ്മ വീണ്ടും അവളെ ചോദ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവന് വല്ലാത്തൊരു സങ്കടം തോന്നുവാണ്. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ഇത്രയും തിരക്ക് പിടിച്ച് അവളെ മരുമകൾ എന്ന് വീണ്ടും നിങ്ങൾ പറയല്ലേ. ഇനിയും കുറച്ചു നേരം കൊണ്ട് അവൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കും. അതിനുശേഷം നിങ്ങൾ തന്നെ അവളെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും. അത് കേട്ടപ്പോൾ ദമയന്തി സ്നേഹയോട് പറയുന്നുണ്ട്, എൻ്റെ മരുമകൾ സിന്ധു അങ്ങനെ യാതൊരു കള്ളവും കാണിക്കില്ല. സിന്ധുവിനെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അവള് ഒരവസരത്തിലും കള്ളം പറയില്ല. അത് കേട്ടപ്പോൾ സിന്ധുവിന് ചെറുതായൊരു കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ സ്നേഹയ്ക്കും മഹാലക്ഷ്മിക്കും ഒക്കെ വല്ലാത്ത അമ്പരപ്പാണ് തോന്നുന്നത്. എങ്ങനെയാണ് സിന്ധു ഇവരെയൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എന്ന് കരുതിയിട്ട്. അത് കേട്ടപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ വളർത്തിയ മകൻ ഹരിയാണ് കള്ളം പറയുന്നത് എന്നാണ്. അതിന് ദമയന്തിക്ക് മറുപടി ഇല്ലായിരുന്നു. ഹരിയാണെങ്കിൽ വല്ലാത്തൊരു സങ്കടത്തോടെ വല്യമ്മയെ നോക്കുവാണ്. അതുമാത്രമല്ല സ്നേഹ ദമയന്തിയോട് ചോദിക്കുന്നുണ്ട്, ശരി അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഹരി സിന്ധുവിനൊപ്പം സ്നേഹത്തോടെ ജീവിതം ആരംഭിക്കാത്തത്? പറ. അതിനൊന്നും ദമയന്തിക്ക് മറുപടി ഇല്ലായിരുന്നു. അവ സ്നേഹ എണ്ണി എണ്ണി ചോദിക്കുകയാണ്, ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചവർക്ക് ആ പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല, അതല്ല അവളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ല എങ്കിൽ എന്താ അതിനർത്ഥം? ആ പെണ്ണ് കള്ളം പറയുന്നു എന്നല്ലേ അർത്ഥം? അപ്പോ അതിന് മറുപടി പറയാതെ ദമയന്തി നേരെ ഹരിയെ വിളിക്കുകയാണ്. ഹരി, കണ്ടവരുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല.
അത് കേട്ട് ഹരി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിന്ധു മാത്രമാണ് എൻ്റെ മരുമകൾ. അതൊക്കെ കേൾക്കുമ്പോൾ സ്നേഹയ്ക്ക് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ സത്യരാജനും ശാരദയ്ക്കും ഒരുപാട് സമാധാനം തോന്നുന്നുണ്ട്. കാരണം ദമയന്തി ഇപ്പോഴും സിന്ധുവിനൊപ്പം തന്നെയാണെന്നുള്ളത് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദമയന്തി ഹരിയോട് പറയുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരും പറഞ്ഞിട്ട് എൻ്റെ മരുമകളെ ഇങ്ങനെ വിചാരണ ചെയ്യുന്നത് എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് കേട്ട് സിന്ധു പുഞ്ചിരിച്ചുകൊണ്ട് ദമയന്തിയെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം അവളുടെ ഉള്ളിൽ ഒരു തണുപ്പ് തോന്നുവാണ്. ആ സമയത്ത് മഹാലക്ഷ്മി ഉള്ളുരുക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, സിന്ധു കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നിങ്ങളെ കൊണ്ട് അത് കണ്ടു നിൽക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറയുന്നു ഏട്ടത്തി. അപ്പോൾ സിന്ധുവിനെ കല്യാണം കഴിച്ചത് കാരണം ദിവസവും ഓരോ നിമിഷവും ഉരുകിക്കൊണ്ടിരിക്കുന്ന ഹരിയുടെ വേദന നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല ഏട്ടത്തി. പക്ഷെ അതിന് മാത്രം ദമയന്തിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ മകനെ വിശ്വസിക്കാത്ത നിങ്ങൾ എവിടുന്നോ വന്നൊരു പെണ്ണിനെ വിശ്വസിക്കുന്നു. ഇതിൽ എവിടെയാ ചേച്ചി ന്യായമുള്ളത്? തീർച്ചയായിട്ടും ന്യായമായൊരു ചോദ്യം തന്നെയായിരുന്നു മഹാലക്ഷ്മി ചോദിച്ചത്. അതിനുശേഷം ദേഷ്യത്തോടെ അവർ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ എൻ്റെ മകനെ വിശ്വസിക്കാതിരിക്കുക, അതിനെപ്പറ്റി ഒരു തുള്ളി പോലും എനിക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ ഇന്ന് എങ്ങനെ ആയാലും സത്യം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അത് നിങ്ങളെല്ലാവരും അറിയുകയും ചെയ്യും. വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഹരി സിന്ധുവിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നല്ലേ ഇവള് കള്ളം പറഞ്ഞത്. ആ ക്ഷേത്രത്തിലെ പൂജാരി തന്നെ നേരിട്ട് വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടേ ഇല്ല എന്ന്. അത് കേട്ടപ്പോ ദമയന്തി മറുപടിയൊന്നും ഇല്ലാതെ നിൽക്കുവാണ്. ദമയന്തി മാത്രമല്ല, സിന്ധു ഉൾപ്പെടെ എല്ലാവരും അത് കേട്ട് ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. അവിടെ കടയുള്ള കടക്കാരൻ വന്നിട്ട് അയാളും പറയുന്നു സിന്ധുവിനെയും ഹരിയെയും അവിടെ വെച്ച് കണ്ടിട്ടേ ഇല്ല എന്ന്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ വീണ്ടും സിന്ധുവിനെ തന്നെ വിശ്വസിക്കുകയാണല്ലേ? ലക്ഷ്മി ആക്കിക്കൊണ്ടാണ് ദമയന്തിയോട് ചോദിക്കുന്നത്. ഒന്നിനും ദമയന്തിക്ക് മറുപടി ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും അവർ സിന്ധുവിനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ ചേച്ചി ഇത്രയും പേരുടെ കണ്ണിൽപ്പെടാതെ ഹരിക്ക് സിന്ധുവിന്റെ കഴുത്തിൽ താലി കെട്ടാൻ സാധിക്കുക? ഒന്ന് ബുദ്ധി തുറന്നൊന്ന് ചിന്തിക്ക് ചേച്ചി. നിങ്ങളൊന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ കൂടി ചിന്തിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ദമയന്തി വീണ്ടും പറയാണ്, കണ്ണുകൊണ്ട് കാണുന്നതും കള്ളം, ചെവി കൊണ്ട് കേൾക്കുന്നതും കള്ളം, പക്ഷേ നമുക്ക് മുന്നിൽ സംഭവിക്കുന്നത് മാത്രമാണ് സത്യമെന്ന്. ഈ കാര്യത്തിൽ നന്നായിട്ട് വിശദമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതിന്റെ സത്യം എന്താണെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ മഹാലക്ഷ്മി. അത് തന്നെയാണ് ഏട്ടത്തി എനിക്കും പറയാനുള്ളത്. ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഹരി വല്യമ്മയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഹരി പറയുന്നതാണോ സത്യം അതോ സിന്ധു പറഞ്ഞതാണോ സത്യം എന്ന് ഇനി കുറച്ചു നേരം കൊണ്ട് ഈ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവും. മഹാലക്ഷ്മി നല്ല കോൺഫിഡൻസോടെയാണ് നിൽക്കുന്നത്. അതിനൊന്നും ദമയന്തിക്ക് മറുപടിയില്ലായിരുന്നു. സിന്ധു ആകെ പരിങ്ങലോടുകൂടിയാണ് നിൽക്കുന്നത്. അവൾക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ ഹരി ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന വാശിയുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ സിന്ധുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സിന്ധു നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ DYSP ഒരു കേസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ സത്യം മനസ്സിലാക്കാതെ അതവർ അവസാനിപ്പിക്കില്ല. അതൊക്കെ കേട്ട് സിന്ധു ഭയന്നുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനുവേണ്ടി അവരെ അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകും. രേഖയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മര്യാദയ്ക്ക് സത്യം നീ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കൂടുതൽ ശിക്ഷയൊന്നും കിട്ടാതെ നിനക്ക് ഇതിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കും. പക്ഷേ വെറുതെ അവരെ നീ വെറുപ്പ് പിടിപ്പിച്ചാൽ നീ വിചാരിക്കുന്നതിനേക്കാളും ഭയാനകമായിരിക്കും ഇതിന്റെ പരിണിത ഫലം. ഒരു പെണ്ണാണെന്ന് പോലും കരുതില്ല. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. അതൊക്കെ കേട്ട് ഭയന്നുകൊണ്ട് നിൽക്കുകയാണ് ശാരദയും സിന്ധുവും ഒക്കെ. അപ്പോൾ സത്യരാജ് പറയുന്നുണ്ട്, എന്തിനാ മേഡം ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തുന്നത്? എൻ്റെ മകള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ എൻ്റെ മകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിനുശേഷം ഹരിയോട് പറയാണ്, ഹരി എന്തിനാ നീ എൻ്റെ മോളെ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്? നീയല്ലേ എൻ്റെ മോളെ തട്ടിക്കൊണ്ടു പോയിട്ട് താലി കെട്ടിയത്? എൻ്റെ മകളെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നീ കയറ്റിയില്ലേ? അതിനുശേഷം സ്നേഹയോട് ചോദിക്കുകയാണ്, സ്നേഹ നീയും ഒരു പെണ്ണല്ലേ? സിന്ധുവിന്റെ സ്ഥാനത്ത് നിന്നിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ സ്നേഹ സത്യരാജനോട് മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളുടെ മകൾ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഇത്രത്തോളം ആഴത്തിൽ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ കരുതുന്നത് പോലെയല്ല, നിങ്ങളുടെ മകള് നല്ല 1-ാം നമ്പർ ഫ്രോഡാണ്. അവളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളുടെ മകൾക്ക് ഇവിടെ നിന്നും പോവണമെങ്കിൽ അവളോട് സത്യങ്ങൾ സമ്മതിക്കാൻ പറയും. അവള് സത്യങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവളെ ശല്യം ചെയ്യുന്നത്? അത് കേട്ടപ്പോ സത്യരാജ് ഹരിയോട് പറയാണ്, മോനെ ഹരി എന്താ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പക്ഷേ ഹരി അത്രയും നേരം സ്നേഹം സംസാരിച്ചിട്ടോ വല്യമ്മ സംസാരിച്ചിട്ടോ ഒന്നിനും മറുപടി പറയുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോനെ. നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ദയവ് ചെയ്ത് ഈ കേസ് അവരോടൊന്ന് പിൻവലിക്കാൻ പറയും. എൻ്റെ മകളെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുവാണ് മോനെ. സ്നേഹയോട് പറ മോനെ. അതിനൊന്നും ഹരി മറുപടി പറയുന്നില്ല. പക്ഷേ സ്നേഹയുടെ ഡാഡി സത്യരാജിനോട് പറയുന്നുണ്ട്, മിസ്റ്റർ സത്യരാജ്, നിങ്ങളിങ്ങനെ കരഞ്ഞത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ മകൾ 2 പേരുടെ ജീവിതമാണ് നശിപ്പിച്ചത്. സിന്ധു ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാണ്. സ്നേഹയും ഹരിയെ ഉദ്ദേശിച്ചാണ് അയാൾ പറഞ്ഞത്. ഇവള് പറഞ്ഞ കള്ളം വിശ്വസിച്ചിട്ട് ദമയന്തി അമ്മ അവരെ 2 പേരെയും കല്യാണം നടത്തി കൊടുത്തു. അന്ന് രാത്രി എൻ്റെ മകള് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു.
അത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കായിട്ട് നോക്കുകയാണ് അവളെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അന്ന് എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ മകള് ജീവിക്കണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെയല്ലേ ഞാനും ആഗ്രഹിക്കുക. എൻ്റെ മകളുടെ ജീവിതം നിങ്ങളുടെ മകള് നശിപ്പിക്കുന്നത് നോക്കി അത് കണ്ടുകൊണ്ട് വെറുതെ നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എൻ്റെ മകൾക്ക് ന്യായം കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും, ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോവും. അയാൾ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. മര്യാദയ്ക്ക് നിങ്ങളുടെ മകളോട് സത്യങ്ങൾ സമ്മതിക്കാൻ വേണ്ടി പറയും. സിന്ധുവിനോട് ഹരിയെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോവാൻ വേണ്ടി പറയും. അതിനുശേഷം നിങ്ങളുടെ മകളെ ഞങ്ങൾ ഒരു തരത്തിലും ശല്യപ്പെടുത്തില്ല. അപ്പോൾ സത്യരാജ് പറയുന്നുണ്ട്, എൻ്റെ മകൾ എന്തിന് ഹരിയെ വിട്ടുകൊടുക്കണം? ഹരിയല്ലേ എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടിയത്. അപ്പൊ അയാൾ പറയാണ്, മിസ്റ്റർ സത്യരാജ്, നിങ്ങൾ സത്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. ഹരി സിന്ധുവിനെ തട്ടിക്കൊണ്ടുപോയിട്ടുമില്ല, അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുമില്ല. മൈൻഡ് ഇറ്റ്. അപ്പോ എൻ്റെ മോള് കള്ളം പറയുന്നതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലെന്താ സംശയമുള്ളത്? ഇങ്ങോട്ട് നോക്ക്, എൻ്റെ മോള് വേണമെങ്കിൽ ഒരുപാട് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവള് സത്യത്തിലാണ് ജീവിച്ചത്. അവൾക്ക് സത്യം മാത്രം പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങൾ വളർത്തിയത്. ഏതൊരു ഗതികെട്ട അവസ്ഥയിലും അവള് കള്ളം പറയില്ല. എൻ്റെ മകളുടെ മേൽ എനിക്ക് വിശ്വാസമുണ്ട്. മഹാലക്ഷ്മിക്കും ഗിരീഷിനൊക്കെ അത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാരണം സിന്ധു പറയുന്നത് പച്ചക്കള്ളാണെന്ന് ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണം. മിസ്റ്റർ സത്യരാജ്, നിങ്ങൾ നിങ്ങളുടെ മകളുടെ മേൽ വെച്ചിരിക്കുന്ന ഈ വിശ്വാസത്തെയാണ് അവൾ മിസ്യൂസ് ചെയ്യുന്നത്. അത് കേട്ടിട്ട് വല്ലാത്തൊരു വിഷമത്തോടു കൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ സത്യരാജ് ആണെങ്കിൽ നേരെ ഹരിയോടാണ് സംസാരിക്കുന്നത്. ഹരി, എൻ്റെ മകളുടെ കൂടെ ജീവിക്കേണ്ടത് നീയാണ്. നീ വേണം ഒരു തീരുമാനം എടുക്കാൻ. നിങ്ങൾ DYSPയോട് സംസാരിച്ചിട്ട് ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി പറയും. എൻ്റെ മകള് തന്നെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തയ്യാറായിട്ട് നിന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവളെ കൂടെ ജീവിക്കാൻ തയ്യാറല്ലാത്തത്? നിങ്ങൾക്ക് അവളെ ഇഷ്ടമായത് കൊണ്ടല്ലേ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത്? അത് കേട്ടപ്പോൾ ഭൈരവി സങ്കടത്തോടെ അച്ഛനെ നോക്കുവാണ്. കാരണം കരഞ്ഞുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. നിങ്ങളല്ലേ നിങ്ങളുടെ ഏട്ടനുമായിട്ട് കല്യാണം ഉറപ്പിച്ച് എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയിട്ട് താലി കെട്ടിയത്. അങ്ങനെയുള്ളപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ ന്യായമായിട്ട് തോന്നുന്നുണ്ടോ? ആ ഒരു കാര്യം ഏത് നിമിഷവും ഹരിയെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്, തട്ടിക്കൊണ്ടുപോയി താലി കെട്ടി എന്നുള്ളത്. അവസാനം ഹരി പ്രതികരിക്കുകയാണ്, മാമ, നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ സിന്ധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല. അതാണ് സത്യം. അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. എന്താ മോനെ നീ പറയുന്നത്? എൻ്റെ മോള് കള്ളം പറഞ്ഞു എന്നാണോ നീ പറയുന്നത്? അയാൾ യാചിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഭൈരവിക്ക് ദേഷ്യം വരുവാണ്. അച്ഛൻ എന്തിനാ ഇവനെ പോലുള്ളവരുടെ മുന്നിൽ യാചിക്കാൻ നിൽക്കുന്നത്? ഹരി സിന്ധുവിനെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടിയ അന്ന് തന്നെ ഇവന്റെ പേരിൽ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇവനിപ്പോൾ സ്റ്റേഷനിൽ ഉണ്ടാവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സിന്ധുവിന്റെ ജീവിതം രക്ഷപ്പെടുമായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ സിന്ധു വല്ലാത്ത കുറ്റബോധത്തോടെ നിൽക്കുകയാണ്. പക്ഷേ സിന്ധു ഇയാൾക്ക് മാപ്പ് കൊടുത്ത് ഇയാളെ ജീവിതത്തിൽ സ്വീകരിച്ചല്ലോ. അതുകൊണ്ടാണ് ഇയാളിപ്പോ ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്. ഭൈരവി ഹരിയെ നോക്കിയിട്ട് ദേഷ്യത്തോടെയാണ് പറയുന്നത്, അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ഇയാൾക്ക് തെളിയിക്കാൻ പറ്റാത്ത കാര്യം ഇന്ന് ഇയാൾ എങ്ങനെയാ തെളിയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഭൈരവി വെല്ലുവിളി തന്നെയായിട്ട് നിൽക്കുകയാണ്. ഹരിക്കാണെങ്കിൽ തിരിച്ച് മേഡം വരാത്തതിലൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോഴേക്കും രേഖ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും വീണ്ടും മുറിയിൽ കണ്ട സമയത്ത് രേഖ കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ചൂടാവുകയാണ്, ഇവരൊക്കെ ആരാണ് മുറിയിലേക്ക് കയറ്റിയതെന്ന്. ആ സമയത്ത് സത്യരാജാണെങ്കിൽ കേണുകൊണ്ട് രേഖയോട് പറയാണ്, മേഡം, ഇത് ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ള പ്രശ്നമാണ്. ദയവ് ചെയ്ത് ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് നാട്ടുകാരറിയുന്ന രീതിയിൽ എത്തിക്കരുത്. അത് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ അപമാനമാണ്. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ മകളുടെ പേരിൽ കേസ് തന്നിരിക്കുന്നത് ഡോക്ടർ സ്നേഹയാണ്. സ്നേഹ കല്യാണം കഴിക്കാനിരുന്ന മിസ്റ്റർ ഹരിയെ ചതിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മകള് കല്യാണം നടത്തിയത്. അതിനാണ് ഇപ്പോൾ ഇവിടെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് നടത്താൻ വേണ്ടി ഇത് ഒരു കുടുംബ പ്രശ്നമല്ല. എല്ലാവരും പുറത്തേക്ക് പോ. അപ്പോൾ ദമയന്തി ചോദിക്കുന്നുണ്ട്, ഇനി ഇതിനേക്കാളും കൂടുതൽ ചോദ്യം ചെയ്യാൻ എന്താ ഉള്ളത്? എൻ്റെ മരുമകൾ പറഞ്ഞല്ലോ ഹരിയാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന്. ദമയന്തിയെ കൂർപ്പിച്ച് നോക്കുവാണ് രേഖ. ഇനി ഇതിനേക്കാളും എന്താണ് നിങ്ങൾക്ക് അവളോട് ചോദ്യം ചെയ്യാനുള്ളത്? അത് നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. സിന്ധു അവളുടെ വായ കൊണ്ട് സത്യം പറയുന്നത് വരെ ഇവിടെ നിന്നും അവൾക്ക് പുറത്തു കിടക്കാനാവില്ല. നിങ്ങളെല്ലാവരും പുറത്തേക്ക് പോ. അപ്പോൾ ഭൈരവി പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മാഡം, വിചാരണ എന്ന് വെച്ചാൽ അത് നേർമയുള്ളതായിരിക്കണം, അല്ലാതെ ഒരുത്തർക്ക് മാത്രം ഫേവറബിൾ ആയിട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സിന്ധുവിനെ ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾ ജനലിന് പുറത്തു നിന്ന് കാണും. അപ്പോൾ അവരാണെങ്കിൽ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാവരെയും പുറത്തേക്കാക്കിയിട്ട് ഡോറും വാതിലും ഒക്കെ അടച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭൈരവി ദേഷ്യത്തോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഡോറും ജനലും ഒക്കെ അടക്കാൻ വേണ്ടി പറയുന്നത്? പക്ഷെ അവൾക്ക് മറുപടി കൊടുക്കാതെ വീണ്ടും അവർ കോൺസ്റ്റബിളിനോട് തട്ടിക്കയറാണ്. കരുണാകരൻ, നിങ്ങളോട് ഡോറും വാതിലും ഒക്കെ അടക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരെയും കോൺസ്റ്റബിൾ വഴക്ക് പറഞ്ഞ് പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എല്ലാവരും തൻ്റെ അരികിൽ നിന്ന് പോയപ്പോൾ സിന്ധു വല്ലാത്തൊരു വേദനയോട് കൂടിയാണ് നിൽക്കുന്നത്. സിന്ധുവിൻ്റെ മുഖത്തുള്ള ആ ഒരു സങ്കടം കണ്ടിട്ട് രേഖ അല്പനേരം അവളെ തന്നെ നോക്കുവാണ്. പുറത്തേക്ക് വന്ന സമയത്ത് ദമയന്തി സത്യരാജിനോട് പറയുന്നുണ്ട്,
എന്താ ഏട്ടാ ഇതെന്തൊക്കെയാ ഈ സംഭവിക്കുന്നത്? അപ്പോൾ ഭൈരവി പറയാണ്, അമ്മ ഇവര് സ്നേഹയ്ക്ക് ഫേവറബിൾ ആയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ് തോന്നുന്നത്. സിന്ധുവിനെ അടിച്ചിട്ടാണെങ്കിലും അവളാണ് തെറ്റ് ചെയ്തത് എന്ന് അവളെ കൊണ്ട് അവർ സമ്മതിപ്പിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ എല്ലാവരെയും അവർ പുറത്തേക്ക് പറഞ്ഞു വിട്ടത്. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? അതെ അമ്മ, സ്നേഹയുടെ ഡാഡി കമ്മീഷണറുടെ ക്ലോസ് ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാവരും സിന്ധുവിനെതിരായിട്ട് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ കളക്ടർ ഓഫീസിൽ പോയി അവിടെ ഒരു പരാതി കൊടുത്തിട്ട് വരാം. അവൾ അവിടുന്ന് പോകാൻ നോക്കിയപ്പോൾ ദമയന്തി വേഗം കാർത്തികേയനോട് അവൾക്കൊപ്പം പോകാൻ പറയാണ്. കാർത്തികേയൻ അവൾക്കൊപ്പം പോകുന്നുണ്ട്. എല്ലാവരും വല്ലാത്ത ടെൻഷനോടെ നിൽക്കുകയാണ്. അടുത്ത് തന്നെ മഹാലക്ഷ്മിയും ഗിരീഷും ഉണ്ടായിരുന്നു. മഹാലക്ഷ്മി ശബ്ദം താഴ്ത്തി അനിയനോട് പറയാണ്, ഒരു ഫ്രോഡിനെ രക്ഷിക്കാൻ വേണ്ടി ഇവരൊക്കെ എത്രത്തോളാണ് കഷ്ടപ്പെടുന്നതെന്ന് കണ്ടില്ലേടാ. അപ്പോ ഗിരീഷ് സന്തോഷത്തോടെ ചേച്ചിയോട് പറയാണ്, DYSP സിന്ധുവിന് കൊടുക്കുന്ന ആ ഒരു ടോർച്ചറിങ്ങില് അവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം ഇൻവെസ്റ്റിഗേഷൻ റൂമിലാണെങ്കിൽ സിന്ധുവിനോട് രേഖ പറയുന്നുണ്ട്, സിന്ധു നിനക്ക് ഞാൻ അനുവദിച്ചു തന്ന സമയം കഴിഞ്ഞു. ഇവിടെ ഹരിയല്ല തെറ്റുകാരനെന്ന് തെളിയിക്കാൻ വേണ്ടി ഹരി 3 വിറ്റ്നസിനെയാണ് വിറ്റ്നസിനെയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഒരാളെ പോലും നിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവരാൻ നിനക്ക് സാധിച്ചില്ല. ഇനി അങ്ങോട്ടും ഇത് തന്നെ കള്ളം തന്നെ പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നീ പിടിക്കപ്പെടും. മര്യാദയ്ക്ക് നീയാണ് ഇതൊക്കെ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും മുന്നിൽ സമ്മതിച്ചോ? നീ തന്നെ താലിയെടുത്ത് നിന്റെ കഴുത്തിൽ കെട്ടിയിട്ട് ഹരിയാണ് നിന്റെ കഴുത്തിൽ കെട്ടിയതെന്ന് പറഞ്ഞ് എല്ലാവരെയും ചതിച്ചത് നീയാണെന്ന് നീ തന്നെ നിന്റെ നാവ് കൊണ്ട് പറയണം. ഇനി അങ്ങനെയല്ലെങ്കിൽ എങ്ങനെയാണ് നിന്നെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രേഖയുടെ മുഖത്തൊരു പോലീസുകാരിയുടെ ചിരിയുണ്ടായിരുന്നു. ഹരിയാണെങ്കിൽ സിന്ധുവിനെ നോക്കുന്നുണ്ട്. സിന്ധു ഭയന്ന് വിറച്ചിരിക്കുകയാണ്. സിന്ധു പേടിയോടെ ഹരിയെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.